എണ്ണിയാലൊടുങ്ങാത്ത ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ശില്പങ്ങളും മണ്ഡപങ്ങളും അഴകു ചാർത്തുന്ന ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിൽ ഒന്നായിട്ടുള്ള വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഹംപിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ രാവിലെ തന്നെ ഗോവയിൽ നിന്നും ഹംപിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബൈക്ക് ട്രിപ്പ് ചെന്നൈയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് 8ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇത്രയും ദിവസം കടന്നു വന്നിട്ടുള്ള ഓരോ സ്ഥലത്തിൻ്റെയും വീഡിയോസൊക്കെ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട. ഗോവയിൽ നിന്നും ഹംപിയിലേക്ക് 324 കിലോമീറ്റർ ആണുള്ളത്. അതായത് 6 മണിക്കൂറും 51 മിനിറ്റും ആണുള്ളത്. യാത്രക്കിടയിൽ കുറേ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടതാണ് കരിമ്പും പാടം. അപ്പോൾ അവിടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അതിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ഉടനെ 2 കരിമ്പെടുത്ത് മുറിച്ച് നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടൊരു സന്തോഷത്തിന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കരിമ്പ് തോട്ടത്തിലൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഫോട്ടോയ്ക്ക് പോസ്റ്റൊക്കെ ചെയ്ത് അവിടെ നിന്നു. ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ കന്നഡക്കാരാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അവരൊക്കെ ഹിന്ദിക്കാരാണ്. വേറെ നാട്ടിൽ നിന്നും ഇവിടേക്ക് ഈ ഒരു തൊഴിലിന് വേണ്ടി വന്ന് ഇവിടെ താമസിച്ച് ഇവിടെ പണിയെടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന ശേഷം റോഡിലേക്ക് വന്നപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത് കേട്ടോ. ഈ റൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് അറിയേണ്ട അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമ്മുടെ കോണിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. അതായത് ഉണങ്ങിയിട്ടുള്ള കോണ് ഈ മെഷീനകത്തേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വേസ്റ്റ് വേറെ ആയിട്ടും കോണ് വേറെ ആയിട്ടും വേർതിരിച്ച് കിട്ടും. അപ്പോൾ അതാണ് കേട്ടോ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളായതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ നിന്നൊക്കെ കണ്ടുകിട്ടു. അപ്പോൾ അവരും നമുക്ക് 2 കോൺ ഏതായാലും തന്നിട്ടു. കുറച്ചുകൂടെ തന്നിടാൻ അവർക്ക് താല്പര്യമായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ വെക്കാനൊന്നും സ്ഥലമില്ല. ബൈക്ക് യാത്ര ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വർത്താനം പറഞ്ഞു. അവർക്ക് കന്നഡ അറിയുള്ളൂ, നമുക്കാണെങ്കിൽ അതിട്ട് അറിയേയില്ല. അപ്പോൾ ഒരു വിധത്തിലൊക്കെയാണ് കേട്ടോ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ നല്ല നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരായിട്ടോ ഈ യാത്രക്കിടയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 7 മണിക്കൂറോളം യാത്ര ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയിട്ട് പോലും നമ്മൾ ഹംപിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ കാര്യം. ഉച്ചയ്ക്ക് പോലും നമ്മളതുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊന്നും ഇറങ്ങിയില്ല, ടൈം വേസ്റ്റ് ആവുന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഒരു 7-8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഹംപിയിലെത്തി. ഇവിടെ ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ എടുത്തത്. അങ്ങനെ നമ്മൾ റൂമിൽ ലഗേജൊക്കെ കൊണ്ടുവച്ചു. വളരെ ചെറിയൊരു റേറ്റിൽ തന്നെ നമുക്ക് നല്ലൊരു ഹോം സ്റ്റേ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. കുറച്ച് അപ്പുറത്ത് തന്നെ ഇവിടെ ഇങ്ങനെ വീടുകൾ പോലെയാണ്, വലിയ വലിയ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു ചെറിയ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ കിട്ടിയത് അമൃത് പോലെയാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ രാത്രി വന്ന് കിടന്നുറങ്ങി. ഇനി കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗിലെ കാഴ്ചകളാണ് കേട്ടോ. നമ്മളൊരു 5:30-5:45 ആയപ്പോൾ തന്നെ ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുകയാണ്. കാരണം നമുക്ക് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ഹംപി കണ്ടു തീർത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോവേണ്ടതാണ് കേട്ടോ. അപ്പോൾ വെളുപ്പിനെ തന്നെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പോകുന്ന വഴിയിലുടനീളം നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ. വലിയ വലിയ മലകളും സൈഡിൽ കുറേ പാടങ്ങളും ഫുൾ പാറക്കെട്ടുകളാണ്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ മലകളൊന്നും ഇല്ല കേട്ടോ. ഓരോ തരത്തിലുള്ള പാറക്കെട്ടുകളാണ്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അവിടെ ഇവിടങ്ങളിലാക്കിയിട്ട് കുറേ ബോർഡുകളിൽ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ അടുത്തടുത്തൊക്കെയാണ് കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ ഓരോന്നിനായിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് അഞ്ജനാദ്രി ഹിൽസിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് ഇനി ആ കുന്നിൻ മേലെ കാണുന്ന അമ്പലത്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. നമ്മൾ രാവിലെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സ്പോട്ടിലെത്തിയിട്ട് 2 വശത്തായിട്ട് ധാരാളം ചെറിയ ചെറിയ കടകളുണ്ട്. പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന പോലത്തെ ചെറിയ കടകളാണ്. പക്ഷേ ഇത്ര രാവിലെ ആയതുകൊണ്ട് അവിടെ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് മേലോട്ട് കയറാൻ നിൽക്കുകയാണ്. അഞ്ജനാദ്രി ബേട്ട എന്നൊക്കെ കൂടെ പറയട്ടോ. ഇവിടെ കന്നഡയിൽ ബേട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർവ്വതം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു കല്ലിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കവാടത്തിനകത്തൂടെ നമ്മൾ കയറുകയാണ്. അപ്പോൾ മുകളിലേക്ക് ഇനി ധാരാളം സ്റ്റെപ്പുകളാണ് കയറി പോകാനുള്ളത്. അപ്പോൾ ചെരുപ്പ് നമ്മളിവിടെ ഒരു ഷൂ റാക്കിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ പടികൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പടികളൊക്കെ കയറുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ആനന്ദം മൂവിയിൽ വെളുപ്പിന് സൺറൈസ് കാണാൻ വേണ്ടി അവരൊരു അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അതാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം. നമ്മൾ മലയാളികൾക്ക് അങ്ങനെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് എത്തുന്നതോറും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു തണുപ്പുള്ള സമയമാണ്. ഏകദേശം 575ഓളം പടികൾ മുകളിലേക്ക് കയറാനുണ്ട്. മുകളിലോട്ട് എത്തുന്നതോറും കുരങ്ങന്മാരുടെ ശല്യവും എണ്ണവും കൂടിക്കൊണ്ടിരിക്കാനുണ്ടോ. സൈഡിലൊക്കെ ചെറിയ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറി വയ്യാണ്ടാവുമ്പോൾ ഇരിക്കുകയൊക്കെ ചെയ്യാം. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ പാറകൾക്ക് അടിയിലൂടെയൊക്കെയാണ് കേട്ടോ സ്റ്റെപ്പൊക്കെ ഉള്ളത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അഞ്ജനാദ്രി ഹിൽസ് അഞ്ജനാദ്രി ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടപ്പോൾ നോക്കിയതാണ്. പതിവ് പോലെ തന്നെ മദാമാരെ സായിപ്പുമാരെ കാണുമ്പോൾ ആൾക്കാരൊക്കെ ചുറ്റും കൂടി ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴുതു ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്.
ഈ ഒരു സ്ഥലത്തെ ഹനുമാന്റെ ജന്മസ്ഥലമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ആഞ്ജനാദേവി ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ആഞ്ജനാദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനുമാന്റെ മാതാവാണ്. ഹംപി ഗ്രാമത്തിൽ നിന്നും ഏകദേശം 3 to 4 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് എത്താനായിട്ട്. 4500 അടി ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ഗ്രാമവും ഭംഗികളും എല്ലാം തന്നെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാറക്കെട്ടുകളുടെ മുകളിലോട്ടൊക്കെ പോയിട്ട് നിന്ന് കാണുന്ന കാഴ്ചകൾ ഭയങ്കര രസമാണ്. നല്ലൊരു സൺറൈസ് ഒക്കെ പ്രതീക്ഷിച്ചതാണ് നമ്മൾ നേരത്തെ പോയപ്പോൾ. പക്ഷേങ്കിൽ അന്ന് നല്ല മഴക്കാറുള്ളൊരു ദിവസം ആയതുകൊണ്ട് നമ്മൾ പറ്റിക്കപ്പെട്ടു. സൂര്യനൊന്നും വന്നില്ല. ധാരാളം കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അതും നായ്ക്കളൊക്കെ കൂടെ തമ്മിൽ അടികൂടുന്നൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ തിരിച്ചു പോരാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. കാരണം നമുക്ക് ഇനിയും ഇതിന് ശേഷം ഇന്ന് ഫുൾ ഹംപി കണ്ടു തീർക്കണം എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങാണ് കേട്ടോ. അഞ്ജനാദ്രി ഹിൽസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോയിട്ടുള്ളത് അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള പമ്പ സരോവർ എന്നുള്ള സ്ഥലത്തേക്കാണ്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ധാരാളം ഹനുമാൻ കുരങ്ങുകളെ കണ്ടിട്ടു. അപ്പോൾ നമ്മളോട് വണ്ടി വെച്ചിട്ട് ഈ ഒരു പടികൾ കയറി മുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ കുറേ മണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സൈഡിലൊരു ചെറിയ ക്ഷേത്രമുണ്ട്. പിന്നെ ഇവിടുന്ന് കാണുന്ന ആ ഒരു വലിയ സ്റ്റെപ്പ് ടാങ്ക് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. അന്നത്തെ യന്ത്രങ്ങളുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെയാണ് അത്തരത്തിലുള്ള കുളങ്ങളൊക്കെ പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നു. അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുള്ളത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ഈ ഒരു സ്ഥലം കണ്ടിട്ട് അവിടെയാണ് കൊട്ടവഞ്ചി സഫാരിയൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. തലേവർ ഘട്ട എന്നുള്ള സ്ഥലത്ത്. നമ്മൾ എന്തായാലും ഇവിടുന്ന് കൊട്ടവഞ്ചി സവാരി ചെയ്യുന്നില്ല. നമ്മൾ ഹൊഗനക്കല്ല് പോയപ്പോൾ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ അതിനുവേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കുറേ കൊണ്ട് സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന ശേഷം നമ്മൾ തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിയിലൊക്കെ തന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓരോ ബിൽഡിങ്ങും എന്താണെന്നുള്ളത് അതിൻ്റെ മുന്നിൽ ചിലതിൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹംപിയിലെ യാത്രയിൽ ഉടനീളം പലയിടത്തും നമുക്ക് ഇങ്ങനെ കുറേ കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. ഹംപിയെ നമുക്ക് കല്ലുകൾ കഥ പറയുന്ന ഹംപി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓരോ ശില്പഭംഗിയിലൂടെയും വിസ്മയ കാഴ്ചകളാണ് ഇത് നമുക്ക് നൽകുന്നത്. തകർന്നടിഞ്ഞ ധാരാളം നിർമ്മിതികൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള വിസ്മയ കാഴ്ചകളിൽ എടുത്തു പറയേണ്ടത് ഹംപിയിലെ വിത്തല ക്ഷേത്രത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ വിത്തല ക്ഷേത്രത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തിട്ടോ. ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ വെച്ച ശേഷം നമ്മൾ കരിക്കും വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോകാൻ കരുതി. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സമയം കളയുന്നില്ല. ഇവിടെ എന്തായാലും കരിക്ക് കണ്ടപ്പോൾ പിന്നെ അത് കുടിച്ചിട്ടാവാം ബാക്കി യാത്ര എന്ന് കരുതിട്ടോ. നമ്മളിവിടെ കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ കുറേ സായിപ്പുമാരും മദാമാരും ഏതായാലും വരുന്നത്. കുറച്ച് പേരൊക്കെ ബൈക്കിൽ വരുന്നുണ്ട്, കുറച്ച് പേര് കാറിൽ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഇംഗ്ലീഷുകാരാണ് കേട്ടോ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മളിനി വിത്തല ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹംപി ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത് വിദേശികളാണോ എന്നുള്ളതാണ്. അവരിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ച് നല്ലപോലെ റിസർച്ചും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വണ്ടിയിലൊക്കെ തന്നെ ഇംഗ്ലീഷുകാരാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിത്തല ക്ഷേത്രത്തിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ചൂസ് ചെയ്യേണ്ടവർക്ക് അതെടുക്കാം. നമ്മൾ ഏതായാലും നടന്നാണ് കേട്ടോ പോകുന്നത്. കാരണം പോകുന്ന വഴിയിൽ ധാരാളം കാഴ്ചകൾ കാണാനുള്ളതുകൊണ്ട്. ഈ പോകുന്ന വഴിയിലൊക്കെ തന്നെ ഇതുപോലത്തെ കുറേ മണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ ബോർഡിൽ അതെന്തൊക്കെയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹംപിയിൽ വരുന്ന എല്ലാവരും ഉറപ്പായിട്ടും പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ വിത്തല ക്ഷേത്രം എന്ന് പറയുന്നത്. മഴ മൂടിയ ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോഡിലൂടെ നടക്കാൻ വെയിലിൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടായില്ല കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും കണ്ട് നമ്മളങ്ങനെ നടന്ന് യാത്ര തുടരുകയാണ്. തുംഗഭദ്ര നദിക്കരയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിക് പില്ലറുകളുള്ള 1000-കാൽ മണ്ഡപം ഈ ക്ഷേത്രത്തിനുള്ളിലെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ തകർന്ന ക്ഷേത്രങ്ങളും പിന്നെ പണ്ടത്തെ ബസാറുകളും പുഷ്കരണിയൊക്കെ കാണാൻ സാധിക്കും. പഴയകാല യുദ്ധങ്ങൾ ഇനി തിരിച്ചു വരാത്ത വിധം ഹംപിയെ ആകെ തകർത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇതിലെ ഓരോ കെട്ടിടങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും കല്ലിൽ തീർത്ത അതിമനോഹരങ്ങളായിട്ടുള്ള നിർമ്മിതികളാണ് ക്ഷേത്രത്തിനും ക്ഷേത്ര പരിസരത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവാണ്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ദേവരായ രണ്ടാമൻ്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്.
വലിയൊരു കവാടത്തിലൂടെ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഉള്ളിലേക്ക് കടന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെ കണ്ടു തീർക്കാനുണ്ടെന്നുള്ളത്. വിത്തല ടെമ്പിൾ വിജയ വിത്തല ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു. അതായത് ഈ ക്ഷേത്രം വിഷ്ണുവിന്റെ ശക്തി തേജസ്സായ വിത്തലയ്ക്ക് സമർപ്പിച്ചതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഇവിടുന്ന് നമുക്ക് ഗൈഡിനെ കിട്ടും കേട്ടോ. അപ്പോൾ ഗൈഡിനെ ആവശ്യമുള്ളവർക്കൊക്കെ അതെടുക്കാം. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും ഓരോ പോയിൻ്റായിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് സമയമില്ല, പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കണം, നമ്മൾ ഗൈഡിനെ എടുത്തിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ഓരോ കൊത്തുപണികളും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകാണ് കേട്ടോ. ഹംപിയിലെ ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വിത്തല ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ തന്നെയാണെന്നുള്ളത് പറയാൻ പറ്റും. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ കലയുടെ ഗാംഭീര്യം ഉയർത്തി കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. ഹംപിയിലെ കാഴ്ചകളെല്ലാം തന്നെ നമ്മെ വിസ്മയിപ്പിക്കുന്നതാണെങ്കിലും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, അതിൽ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് വിത്തല ക്ഷേത്രത്തിലെ കല്ലിൽ കൊത്തിയിട്ടുള്ള ഈ രഥം തന്നെയാണ്. രാജ്യത്തെ 3 കൽരഥങ്ങളിൽ ഒന്ന് ഇതാണ്. മറ്റു 2 ഉള്ളത് കൊണാർക്കിലും മഹാബലിപുരത്തുമാണുള്ളത്. അപ്പോൾ ഈ ഒരു രഥത്തെയാണ് നമ്മുടെ പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇരുവശങ്ങളിലുമായിട്ട് 4 ചക്രമുള്ള ഈ രഥത്തെ 2 ആനകൾ ചേർന്ന് വലിച്ചു കൊണ്ടുപോകുന്ന തരത്തിലാണ് ഈ ഒരു രഥത്തിൻ്റെ നിർമ്മിതിയുള്ളത്. നമ്മുടെ ബൈക്ക് ട്രിപ്പിൽ ഹംപി ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ ഈ ഒരു 50 രൂപ നോട്ട് ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ഇതുപോലൊരു പോസ് എടുക്കാനായിട്ട്. 16ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായയുടെ കാലത്താണ് ഈ രഥം പണിതിട്ടുള്ളത്. ദേവരായ രാജവംശം ഒഡീഷ പിടിച്ചടക്കിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഇവിടെ കൽരഥം പണി കഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിൽ നമുക്ക് ധാരാളം നിർമ്മിതികൾ കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടവ എന്ന് പറയുന്നത് കല്യാണ മണ്ഡപം, രഥം, ദേവിയുടെ കോവില്, മഹാമണ്ഡപം, ഉത്സവ മണ്ഡപം, രാഗമണ്ഡപം തുടങ്ങിയവയാണ്. ഇവിടുത്തെ മ്യൂസിക് പില്ലേഴ്സും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ഈ ഒരു മരത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതായത് ഇവിടുത്തെ കഥകളെല്ലാം കണ്ടാണ് ഈ ഒരു മരം നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേയുടെ സംരക്ഷണത്തിലാണ് ഈ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത്. അങ്ങനെ ഹംപിയിലെ അത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള വിത്തല ക്ഷേത്രത്തിലെ കാഴ്ചകളെല്ലാം തന്നെ കണ്ട് മനസ്സിലാക്കി നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ നടന്നു വന്നപ്പോൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് ഇലക്ട്രിക് വെഹിക്കിൾ ചൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇലക്ട്രിക് വെഹിക്കിളിൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിട്ട് കരിമ്പൻ ജ്യൂസും ജൽജീരയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടാക്കാൻ നമ്മുടെ ബാക്കി യാത്ര എന്ന് വിചാരിച്ചിട്ടു. അങ്ങനെ ഇതൊക്കെ കുടിച്ച ശേഷം നമ്മൾ ഹംപിയിലെ മറ്റ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ അതൊക്കെ മറ്റൊരു ഭാഗമായിട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ കൂടാൻ മറക്കല്ലേ. ബൈ.